നമസ്കാരം. ജഗദീഷിന്റെയും KC വേണുഗോപാലിന്റെയും രണ്ട് പ്രതികരണങ്ങൾ കേട്ട് സോഷ്യൽ മീഡിയയിൽ ഇമോജികൾ ഇങ്ങനെ ഇട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ്. എന്താണെന്നല്ലേ? ദാ ഞാൻ ആദ്യം തന്നെ പറയാം. ഈ അത്തച്ചമയ ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃപ്പൂണിത്തുറയിൽ ജഗദീഷ് നടത്തിയ ഒരു പ്രതികരണം, വി ഡി സതീശനെ മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ട് നടത്തിയ പ്രതികരണം ഇങ്ങനെയായിരുന്നു. വി ഡി സതീശന്റെ വാർത്താ സമ്മേളനം കാണാൻ കാത്തിരിക്കാറുണ്ട്, അത് വിനോദവും വിജ്ഞാനവും എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്കും ചിരി വരുന്നില്ലേ? ചിരിക്കരുത്, മൂപ്പര് കാര്യം സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ചിരിക്കുകയാണ്. KC വേണുഗോപാൽ എന്താണ് പറഞ്ഞതെന്ന് ഞാൻ വഴിയെ പറയാം. എന്തുകൊണ്ടാണ് ചിരിക്കുന്നത്? സത്യത്തിൽ വി ഡി സതീശന്റെ വാർത്താ സമ്മേളനം കാണുമ്പോൾ എല്ലാവർക്കും ചിരി വരാറുണ്ട്. അതൊരു വിനോദം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല കേട്ടോ, ഒരു വിനോദം തന്നെയാണ്, ഒരു എന്റർടൈൻമെന്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ മൂപ്പര് തന്നെ പറഞ്ഞ നുണകൾ മൂപ്പര് തന്നെ അടുത്ത ഈ വാർത്താ സമ്മേളനത്തിൽ പൊളിക്കും. അത് കാണാൻ ഒരു പ്രത്യേക രസമാണ്. അതായത് സ്വന്തമായിട്ട് പറയുന്ന നുണകൾ സ്വന്തമായി തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇങ്ങനെ പൊളിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക സുഖമാണ്. മാത്രമല്ല ഇത് ശരിക്കും പറഞ്ഞ വിജ്ഞാനവുമാണെന്നാണ് പറയുന്നത്. സത്യമാണ്, വിജ്ഞാനം കൂടിയാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതായത് മൂപ്പര് എല്ലാ വിഷയങ്ങളിലും പറയുന്ന പല പ്രതികരണങ്ങളും നടത്തുന്ന പല നുണകളും ഒക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടൊരു വിജ്ഞാനം തന്നെയാണ്. നമ്മൾ മുട്ടുകാലിൽ നിന്ന് കാക്ക പറന്നു പോയിരുന്ന ഡിജിറ്റൽ കാലഘട്ടത്തിൽ നുണ പറയരുത് എന്നുള്ളൊരു വിജ്ഞാനം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, ഈ ജഗദീഷ് എന്ന് പറയുന്ന ഈ നടൻ വി ഡി സതീശനെ സുഖിപ്പിക്കാൻ വേണ്ടിയായിരിക്കും ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ കൈയടിക്കുകയല്ല ചിരിക്കുകയാണ് ചെയ്യുക എന്ന് സ്വാഭാവികമായിട്ടും നടൻ കൂടിയായിട്ടുള്ള ജഗദീഷ് ഒന്ന് മനസ്സിലാക്കേണ്ടിയിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഇപ്പൊ സത്യത്തിൽ കോൺഗ്രസ്സുകാർക്കും പേടിയാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു. അതായത് വി ഡി സതീശന്റെ ഓരോ വാർത്താ സമ്മേളനത്തിലും വി ഡി സതീശനെ പിന്തുണച്ചുകൊണ്ടിരുന്ന 10,000-കണക്കിന് ആളുകൾ ഇയാളെ കൈവിട്ടുകൊണ്ട്, വി ഡി സതീശനെ കൈവിട്ടുകൊണ്ട് ഇടതുപക്ഷത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവുകയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും എന്താന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ഓരോ വാർത്താ സമ്മേളനം കഴിയുമ്പോഴും ഇദ്ദേഹം പറഞ്ഞതൊക്കെ നുണയായിരുന്നില്ല എന്ന് ജനങ്ങളെ തിരിച്ചറിയുകയാണ്. അപ്പോൾ ആരാണ് ശരിയെന്ന് പരിശോധിക്കുമ്പോൾ അത് പിണറായി വിജയനും LDF ആണല്ലോ എന്ന ഒരു ബോധ്യം ജനങ്ങൾക്ക് വരികയാണ്. അങ്ങനെ ജനങ്ങൾ ഈ LDF-നെതിരെ കല്ലെറിഞ്ഞ ഒരു വിഭാഗം ജനങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഇവരെ നുണ കേട്ടിട്ട്. അവരെല്ലാവരും ഇപ്പോ ആ കല്ലെടുത്ത് നേരെ UDF-ന് എറിയുകയാണ്. ഞങ്ങൾക്ക് അബദ്ധം സംഭവിച്ചു പോയെന്ന് പറയുകയാണ്. അവർ കുറ്റസമ്മതം നടത്തുകയാണ്. അദ്ദേഹം ചിരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ചതിക്കില്ലായിരുന്നു എന്ന് പിണറായി വിജയനെ പറ്റി പറയുകയാണ്. ഇയാൾ ചിരിക്കുകയും ചതിക്കുകയും ചെയ്യുമെന്ന് വി ഡി സതീശൻ നോക്കി പറയുകയാണ്. വെറും PR വർക്കിനപ്പുറത്തേക്ക് യാതൊരു രീതിയിലുള്ള വികസനമോ യാതൊരു രീതിയിലുള്ള മാറ്റങ്ങളോ കേരളത്തിൽ ഉണ്ടാകുന്നില്ല, കേരളത്തിൽ നാറ്റം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്ന് പലരും പറയുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുകയാണ്. അപ്പോ അതിനിടയിലാണ് ജഗദീഷ് ഇമാതിരി ഡയലോഗുകൾ അടിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ? മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തിൻ സെക്കൻഡ് മാധ്യമങ്ങൾ പോലും ആദ്യം ടെലികാസ്റ്റ് ചെയ്യുന്ന വാർത്ത എന്താണ്? നേരത്തെ പറഞ്ഞത് ഇപ്പോൾ പറയുന്നത് നുണയാണ്. ഈ പറയുന്നത് പോലെ പൊളിച്ച് കാണിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്ന് പറയുന്നതെന്ന് അന്ന് ആലോചിക്കണം. ഇപ്പൊ ആ നുണവാർത്തകൾ ഞാൻ എടുത്തു പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറൊക്കെ ആയിട്ട് ഈ വാർത്ത നീളും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല, കാരണം നമ്മൾ പല വാർത്തകളിലായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി നമ്മുടെ KC വേണുഗോപാൽ പറഞ്ഞ രസകരമായിട്ടുള്ള കാര്യം കൂടി ഒന്ന് നമുക്ക് നോക്കാം കേട്ടോ. KC വേണുഗോപാൽ ഇങ്ങനെയാണ് പറഞ്ഞത്. അതായത് കേരളത്തിൽ UDF ഭരണം 25 വർഷമെങ്കിലും തുടരും എന്നാണ് പറയുന്നത്. എന്റെ പൊന്നു, അത് കേട്ടിട്ട് ആൾക്കാർ ചിരിയോട് ചിരിയാണ്. എല്ലാവരും പറയുന്നത് കാര്യം എന്താണെന്നറിയൂ? 25 മാസമെങ്കിലും തുടരുമോ എന്നാണ് ചോദിക്കുന്നത്. എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. അല്ലാതെ ഈ 25 വർഷം ഇത് തുടരട്ടെ, അല്ലെങ്കിൽ ഇത് തുടരണം എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കുന്നേ ഇല്ല. സ്വന്തം പാർട്ടിക്കാർ പോലും ഈ ഒരു ഭരണം കണ്ടിട്ട് ഇങ്ങനെ മൂക്കത്ത് വിരൽ വെച്ചിരിക്കുകയാണ്. സത്യത്തിൽ ആരാണ് കേരളം ഭരിക്കുന്നത്? BJP ആണെന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് കോൺഗ്രസ്സുകാർ പോലും പറയുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഈ വി ഡി സതീശൻ പറയുന്ന നുണകൾ വെളുപ്പിക്കാൻ വേണ്ടി സൈബറിടങ്ങളിൽ പണിയെടുക്കുന്ന പല ആളുകളും ഒക്കെ ഈ എന്താ പറയാ രഹസ്യമായി ഒക്കെ പറയുന്നത്, അതായത് പണിയെടുത്ത് ഓവർ ടൈം പണിയെടുത്തൊരു പരിവായി എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഭരണം കിട്ടേണ്ടിയിരുന്നില്ല എന്ന് പറയുന്ന ആളുകളെയൊക്കെ നമ്മൾ കാണുകയാണ്. കാരണം ഈ ഭരണം കിട്ടിയതുകൊണ്ട് ഗുണം ആർക്കാണ്? BJPക്ക് മാത്രമാണ്. അപ്പോഴാണ് 25 വർഷം ഈ ഭരണം ഇങ്ങനെ തന്നെ പോകും എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം നമ്മുടെ KC വേണുഗോപാൽ നടത്തുന്നത്. പിന്നെ ചിരിക്കണോ കരയണോ? നോക്കൂ, വിസ്മയങ്ങൾ ഒരുപാട് സമ്മാനിക്കും എന്ന് പറഞ്ഞല്ലേ ഈ ഗവൺമെന്റ് വന്നത്. എന്നിട്ട് ആ വിസ്മയങ്ങൾ ഈ 25 വർഷം തുടരും എന്ന് പറയുമ്പോൾ നമ്മൾ പറയാതിരിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റായി പോകും. അതുകൊണ്ട് പറയാം, എന്തൊക്കെയാണ് ആ വിസ്മയങ്ങൾ? 10 വർഷം ഇവിടെ ഇല്ലാതിരുന്ന പവർ കട്ട് നമ്മുടെ UDF സർക്കാർ തിരികെ കൊണ്ടുവന്നു കേട്ടോ. അതൊരു വലിയ വിസ്മയമാണ്, അത് വലിയൊരു ക്രെഡിറ്റ് ആണ് അല്ലെ. ഇപ്പോ എല്ലാവരും ഇരുട്ടത്തിരിക്കുന്നുണ്ട്, എപ്പോ കറണ്ട് പോകുമെന്ന് അറിയാതെ എല്ലാവരും ആശങ്കപ്പെടുകയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. ഇതിനെ നമുക്ക് ഇരുണ്ട കാലമെന്ന് വേണമെങ്കിൽ വിളിക്കാം. ഈ ഇരുണ്ട കാലം ഒരു ക്രെഡിറ്റ് ആണ്, ഒരു വിസ്മയമാണെന്നൊക്കെയാണ് UDF എന്തായാലും പറയുന്നത്. ഓക്കെ, നമുക്ക് അവർക്ക് അത് വിട്ടുകൊടുക്കാം.
രണ്ടാമത്തെ വിസ്മയം എന്താണ്? രണ്ടാമത്തെ വിസ്മയം ഇപ്പോൾ പെൻഷനൊന്നുമില്ല അല്ലേ? സ്ത്രീ സുരക്ഷാ പെൻഷൻ കിട്ടുന്നില്ല, മറ്റേ പെൻഷൻ ഇനി എത്ര നാൾ കിട്ടും എന്നുള്ള കാര്യം അറിയില്ല. മാത്രമല്ല ഇപ്പൊ തന്നെ പ്രിയദർശിനി യാത്രയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓർഡിനറിയിൽ മാത്രമാണ് ഈ പ്രിയദർശിനി യാത്ര അറിയാമല്ലോ അനുവദിച്ചുള്ളൂ. മറ്റുള്ള എല്ലാ ബസ്സിലും ഈ പറയുന്ന പോലെ സൗജന്യ യാത്ര വനിതകൾക്ക് കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചു. ഇപ്പൊ ഓർഡിനറി ബസ്സുകളുടെ എണ്ണമൊക്കെ കുറഞ്ഞു വരികയാണ്. സ്റ്റിക്കറൊക്കെ മാന്തി പൊളിച്ച് ഇവർ തന്നെ അറിയാമല്ലോ മാറ്റി തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല മറ്റൊരു വിസ്മയം എന്താണ്? മറ്റൊരു വിസ്മയം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മുഴുവൻ സമരക്കാരാണ്. നമ്മൾ കണ്ടില്ലേ അതൊക്കെ? അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ വിസ്മയങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ലൈഫിൽ വീടുകളില്ല. മാത്രമല്ല PM-ശ്രീ നടപ്പിലാക്കാൻ വേണ്ടി, അതായത് സംഘികൾക്കും സംഘപരിവാറിനും BJPക്കും വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ലീഗനെയും കോൺഗ്രസ്സുകാരെയും ഒക്കെ നമ്മൾ കാണുകയാണ്. വന്ന് ആരാണ് കോൺഗ്രസ്, ആരാണ് RSS എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്കൊക്കെ കേരളം മാറിയിട്ടുണ്ട്. പിന്നെ എന്ത് പറയാനാണ്? ഈ കണക്കിനാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എങ്ങനെ 25 വർഷം ഭരണം കിട്ടാനാണ്? 25 മാസമെങ്കിലും ഇത് തുടരുമോ? ഇപ്പൊ മുഖ്യമന്ത്രിക്കെതിരെ വാർത്ത ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാർത്തകളൊക്കെ നീക്കം ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഒരു ഫാസിസ്റ്റ് ഭരണമാണ് നിലവിൽ കേരളത്തിൽ നിലനിൽക്കുന്നത്. വിലകയറ്റം രൂക്ഷമാണ്. പെട്രോളിനും ഡീസലിനും അറിയാലോ ഒട്ടുക്കത്ത വിലയാണ്. മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അതായത് ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ നികുതി എടുത്ത് മാറ്റിയിട്ട് പെട്രോൾ ഡീസൽ ഇങ്ങനെ കൊടുക്കുന്നല്ലേ പറഞ്ഞത്. ആ നികുതി എടുത്ത് മാറ്റിയില്ല. ഇപ്പോൾ ഭയങ്കര വിലയാണ് പെട്രോളിനും ഡീസലിനും. വിലകയറ്റം അതിരൂക്ഷം, അത് പറയേണ്ട കാര്യമില്ല കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ ജനമാകെ വലയുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ 21,000 രൂപയാണ് മോനെ ഓണറേറിയമായിട്ട് ആശമാര് മേടിക്കാൻ പോണത് എന്നൊക്കെ പറഞ്ഞു നടന്നു. അങ്ങനെ അധികാരത്തിൽ വന്ന ശേഷം 21,000 രൂപയെ കൊടുത്തില്ല, അവരെയും പറ്റിച്ചു. അങ്ങനെ എല്ലാവരെയും പറ്റിച്ച് ഒരു നുണയന്മാരുടെ സംഘമാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. നിലപാടില്ലാത്ത ന്യായീകരണ പൗഡർ കുട്ടപ്പന്മാരുടെ ഒരു സംഘമാണെന്ന് കേരളം ഭരിക്കുന്നത് എന്നൊക്കെ ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സർക്കാരിനോട് നിങ്ങൾ വീണ്ടും തുടരൂ എന്ന് വിവരമുള്ള കേരളത്തിലെ മലയാളികൾ പറയുമോ? ഇനി കോൺഗ്രസിന് ഈ ഒരു ടേമിന് ശേഷം കേരളത്തിൽ എന്നെങ്കിലും ഭരണം കിട്ടുമോ? എനിക്ക് തോന്നുന്നില്ല. എന്തെന്ന് വെച്ചാൽ ഇത് തന്നെ കിട്ടിയത് നുണ പറഞ്ഞു നേടിയ ഒരു ഭരണമാണ് അല്ലെ? പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിയ ഒരു സർക്കാരായിരുന്നു LDF സർക്കാർ. അതും കൂടാതെ അതിനപ്പുറത്തേക്ക് ജനങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു. വികസനം എന്താണെന്ന് അറിയിച്ചു തന്നൊരു സർക്കാരായിരുന്നു അല്ലെ? പെൻഷനൊക്കെ നമുക്കറിയാം. UDF സർക്കാരിന്റെ കാലത്ത് 18 മാസം കുടിശ്ശിക ഉണ്ടായിരുന്നു. ആ 18 മാസത്തെ കുടിശ്ശികയും തന്നു തീർത്ത് വീണ്ടും പെൻഷൻ വർദ്ധിപ്പിച്ച് അത് മുടക്കമില്ലാതെ കൈകളിൽ എത്തിച്ച ഒരു സർക്കാരായിരുന്നു ഈ LDFന്റെ സർക്കാർ. 62 ലക്ഷം ആളുകൾക്കാണ് LDF സർക്കാർ പെൻഷൻ കൊടുത്തിരുന്നത്. ഇപ്പൊ എന്തായി? ഇപ്പൊ പഴയ ഉമ്മൻചാണ്ടിയുടെ കാലത്തെ അവസ്ഥയായി. പെൻഷന്റെ കാര്യത്തിലൊക്കെ തീരുമാനമായിട്ടുണ്ട് അല്ലെ? ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് ഈ UDF സർക്കാരിലൂടെ എത്താൻ കഴിഞ്ഞു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനിവിടുന്ന് ഈ ഓഫീസിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് മിക്കപ്പോഴും കറണ്ട് പോകുമ്പോൾ ഞാനിങ്ങനെ വണ്ടി പോകുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, ഇതിപ്പോൾ കുറേ വർഷം ബാക്കിലേക്ക് എത്തിയ ഒരു അവസ്ഥയായാലും ഒന്ന് ഫീലിംഗ് നൊസ്റ്റു എന്നൊക്കെ പറയില്ല. നമ്മുടെ കുട്ടിക്കാലമൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ. കഷ്ടം തന്നെ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതൊരു വിസ്മയമായിരിക്കും എന്ന് പറഞ്ഞ് ന്യായീകരിച്ച് കുറെ ആളുകൾ വരും. ഇതൊരു വിസ്മയമായിരിക്കും അല്ലെ? എന്തായാലും ഒരു വല്ലാത്തൊരു വിസ്മയം തന്നെയാണ്. ഇങ്ങനെ വിസ്മയിപ്പിച്ച് നമ്മുടെ VD സതീശനും ഈ പൂക്കി സർക്കാരും നമ്മളെ വല്ലാതെ കോൾമയിർ കൊള്ളിക്കുകയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.